ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്. നമ്മളിന്ന് ഹദീസ് പഠന ക്ലാസ്സാണ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. സാധാരണ തിങ്കളാഴ്ച സൂറത്ത് ആലിമ്രാൻ എടുക്കാറുള്ളത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരായത്ത് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ പേജ് പൂർത്തിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഹദീസ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. നമ്മളെ ഇമാം നവവിയുടെ അൽ അർബഊന നവവിയ എന്നുള്ള ആ ഒരു ഹദീസ് ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ ഹദീസിൽ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ അതിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുകയായിരുന്നു അല്ലേ. ഇസ്ലാം എന്താണെന്ന് ചോദിച്ച് അതിനുള്ള മറുപടി കൊടുത്തു. അപ്പോൾ അതിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ സക്കാത്താണ് പറഞ്ഞ് നിർത്തി വെച്ചിട്ടുണ്ടായത് അല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. ഇപ്പം നമ്മൾ സക്കാത്ത് നൽകുന്ന ആളുകൾക്ക്, സക്കാത്ത് കൊടുക്കുന്നവർക്കുള്ള ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് എന്ന് പറയുന്നത് എല്ലാ നിലക്കും അതൊരു വളർച്ചയാണ് അല്ലേ, ശുദ്ധീകരണമാണ്, അത് വർധനവാണ്. സക്കാത്ത് നൽകുന്നത് ഈമാനിൻ്റെ അടയാളമാണ്, ഈമാനിൻ്റെ ഒരു പൂർത്തീകരണമാണ്. അതുപോലെ പിന്നെന്താ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും അല്ലേ. സക്കാത്ത് നൽകുന്നവർക്ക്, സക്കാത്ത് കൊടുക്കുന്നവർക്ക് അള്ളാഹു അവൻ്റെ കാരുണ്യം പ്രത്യേകമായിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട്. അതുപോലെ പരലോകത്ത് അള്ളാഹു സക്കാത്ത് കൊടുക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ 9ാമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ 8 കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത്. സക്കാത്ത് കൊടുക്കുന്നവർ സ്വർഗത്തിൽ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിലായിരിക്കും. സ്വർഗത്തിൽ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാർ സ്വർഗത്തിൽ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിലായിരിക്കും അല്ലാഹു തആല അവർക്കുള്ള സ്ഥാനം ഒരുക്കിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. ഇനി 9ാമതായിട്ട് പറയുന്ന കാര്യം സക്കാത്ത് നൽകാതിരിക്കുക എന്നത് മുശ്രിക്കീങ്ങളുടെ വിശേഷണമാണ് എന്നുള്ളതാണ്. സക്കാത്ത് കൊടുക്കാതിരിക്കൽ, ഇത്രയും സമയം നമ്മൾ സക്കാത്ത് നൽകുന്നവർക്കുള്ള പ്രതിഫലവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി അല്ലേ. ഇപ്പോൾ പറയുന്ന സക്കാത്ത് നൽകാതിരിക്കുക എന്നുള്ള ആ ഒരു സ്വഭാവം മുശ്രിക്കീങ്ങളുടെ സ്വഭാവമാണെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കീങ്ങൾക്ക് നാശം അല്ലേ, ബഹുദൈവാരാധകർക്കാകുന്നു നാശം. എന്താണ് മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അല്ലെ. അള്ളാഹുവിന് നൽകേണ്ട ആരാധനകൾ, അള്ളാഹുവിന് മാത്രമായിട്ട് നമ്മൾ നൽകേണ്ട ഇബാദത്തുകൾ അതിൽ മറ്റുള്ളവരെ കൂടി പങ്കു ചേർക്കുന്നതിനാണ് എന്ത് പറയുക, ഷിർക്ക് എന്ന് പറയാം അല്ലേ. അങ്ങനെ ഒരാൾ മുശ്രിക്കായ ഒരാൾ, അങ്ങനെയുള്ളവരുടെ ഒരു സ്വഭാവം പറയുന്നത് എന്താണ്? അല്ലദീന ലാ യുഅ്തൂന സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അവരെന്താണ്? സക്കാത്ത് നൽകാത്തവരും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുമായ അങ്ങനെയുള്ള മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹു പറയുന്ന നാശം, വൈൽ അല്ലേ. ഈ മുശ്രിക്കീങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ സാഹോദര്യം സ്ഥാപിതമാകണമെങ്കിൽ തന്നെ 3 നിബന്ധനകളിൽ ഒന്നാണ് എന്ത്? സക്കാത്ത് നൽകുക എന്നുള്ളത്. ഫഇൻ താബു വഅഖാമു സ്വലാത വആതു സക്കാത ഫഇഖ്വാനുക്കും ഫിദ്ദീൻ. അതായത് ഈ മുശ്രിക്ക് എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട് അല്ലേ. പക്ഷെ അള്ളാഹുവിൽ വിശ്വാസമുള്ളതോടൊപ്പം അള്ളാഹുവിനെ പോലെ മറ്റ് ഇലാഹുകളെ, അതായത് അല്ലെ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിൽ മരിച്ചതും ജീവിച്ചിരിക്കുന്നതുമായ മഹാന്മാരായ പലരെയും വിളിച്ച്
തേടി ആവശ്യങ്ങൾ പറയാ എന്നുള്ള ആ ഒരു സ്വഭാവം, അങ്ങനെയുള്ളവരാണല്ലോ മുശ്രിക്കീങ്ങൾ. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് സ്നേഹബന്ധം, സാഹോദര്യം സ്ഥാപിക്കണമെങ്കിൽ തന്നെ മൂന്ന് നിബന്ധനകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ ഫഇൻ താബു, അല്ലെ, അവർ പശ്ചാത്തപിക്കുകയും വഅഖാമു സ്വലാ, നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് കൃത്യമായി നൽകുകയും ചെയ്യുന്ന പക്ഷം ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അവർ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സക്കാത്ത് കൊടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാകുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. പിന്നെ 10ാമതായിട്ട് സക്കാത്തിൻ്റെ വിഷയം പറയുമ്പോൾ, സക്കാത്ത് കൊടുക്കാതെ ഒരാളുടെ സമ്പത്തിൽ നിന്ന് അയാൾ സക്കാത്ത് കൊടുക്കാതെ അത് സ്വന്തം മുതലിനോട് ചേർത്ത് വെച്ച് അതിനെ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെ മുതൽ ഹറാം കലർന്ന്, സക്കാത്ത് കൊടുക്കാതെ ആ വിഹിതം സമ്പത്തിനോട് കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നു. അപ്പം അത് നിഷിദ്ധമായത് നമ്മൾ ഭക്ഷിക്കുന്നതിന് തുല്യം. ആ ഒരു രീതിയിലാണ് അതാവാൻ. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലേ, യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅലമു സ്വാലിഹാ, നിങ്ങൾ ഏറ്റവും വിശിഷ്ടമായതിൽ നിന്ന് ഭക്ഷിക്കുക, നിങ്ങൾ വഅമലു സ്വാലിഹാ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക, ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ നന്നായി അറിയുന്നവനാണ്, എനിക്ക് എല്ലാം അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ലതാണ് ഭക്ഷിക്കേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കാതെ ആ സമ്പത്ത് നമ്മുടെ സമ്പത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അതിൽ ഹറാം കലരേൻ, അല്ലെ, നിഷിദ്ധമായത് ഹറാമിയത്ത് അതിൽ കലർന്ന് അത് നമ്മൾ കഴിക്കുമ്പോൾ അതെന്തായി, ഹറാമായി തീരുന്നു. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സക്കാത്ത് കൊടുക്കാതെ ഇരിക്കുമ്പോൾ അത് ഹറാമാകും, നമ്മളെ സമ്പത്ത് മൊത്തത്തിൽ എന്താകും, നിഷിദ്ധമായ ഹറാമിൻ്റെ ഭക്ഷണമായി തീരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അള്ളാഹു നേരത്തെ ഞാൻ പാരായണം ചെയ്ത യാ അയ്യുഹർ റസൂൽ, ദൂതന്മാരെ, പ്രവാചകന്മാരെ പ്രത്യേകമായിട്ട് അഭിസംബോധന ചെയ്തു. എന്നാൽ വിശ്വാസികളെ മൊത്തത്തിൽ അള്ളാഹു തആല അഭിസംബോധന ചെയ്തിട്ട് പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനു. നമുക്ക് പഠിക്കണ്ടേ അല്ലേ, ഇൻഷാ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു നോട്ട് ചെയ്ത് വെക്കലുണ്ടാ, ചെറുതായിട്ടെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും. ഇങ്ങനെ ഖുർആൻ ഓതി പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആയത്തുകൾ കാണുമ്പോൾ വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ തഫ്സീറൊക്കെ ഒന്ന് സന്ദർഭം കിട്ടുമ്പോഴേക്കും വെറുതെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും. എന്താ പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചു കൊള്ളുക. വഷ്കുറൂ ലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ അവനോട്, അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യുക. പ്രത്യേകം പറഞ്ഞ വിഷയം. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് വിശ്വാസികളെ മുഴുവനും വിളിച്ചു പറയുന്നുണ്ട്. യാ അയ്യുഹർ റസൂൽ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാരെ വിളിച്ചിട്ടും ഈ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും ശരിക്കും പിന്നെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, നമ്മളൊരുപാട് കാലങ്ങളായി അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനുമായിട്ട് ഇങ്ങനെ കെട്ടിത്തിരിയുന്ന ആൾക്കാരാണല്ലോ അല്ലേ. നമ്മൾ ജനിച്ചത് മുസ്ലിമാണ്, അൽഹംദുലില്ലാഹ്. മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായിട്ട് മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം മാഹൗൽ നമ്മളിങ്ങനെ വളർന്ന് വരികയാണ്, അൽഹംദുലില്ലാഹ്. നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട് അല്ലേ. ഖുർആൻ പാരായണം ചെയ്യാത്തവരായിട്ട് വളരെ വിരളമായിട്ടേ ഉണ്ടാവും. എന്തായാലും റമളാനിലെങ്കിലും ഓതുന്നുണ്ടാവും. തീരെ ഓതാത്തവരെല്ലാം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്, വളരെ വിരളമായിരിക്കും എന്തായാലും. ഖുർആൻ്റെ പാരായണം നമ്മൾ അന്ന് തൊട്ടേ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോയി ഇങ്ങനെ അത്യാവശ്യം ആയത്തുകളൊക്കെ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷെ ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറിൻ്റെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പഠനവും പരീക്ഷയും ഒക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല എല്ലാവർക്കും. ഞാൻ വിചാരിക്കുന്നത് ഉണ്ടാകും. കാരണം
എന്തോ ഒരു ഉന്മേഷം അല്ലേ, എന്തേ കൂടുതൽ പഠിക്കണമെന്നും കൂടുതൽ അറിവ് നേടണമെന്നും അതിനു വേണ്ടി സമയം കണ്ടെത്തണമെന്നും, കിട്ടുന്ന ഒരു കുറച്ച് സമയമാണെങ്കിൽ എന്തെങ്കിലും എഴുതാ, പഠിക്കുക, വായിക്കുക, അങ്ങനെ ഈ ദീനീപരമായ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നൊക്കെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അതിനു വേണ്ടി മെനക്കെടുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ആ രീതിയിലുള്ളൊരു മാനസികമായ ഒരു ഉന്മേഷം എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശാരീരികമായും അൽഹംദുലില്ലാ അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്, നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ കാണുമ്പോൾ പ്രത്യേകം അത് ഒന്ന് നോക്കാട്ടോ. അള്ളാഹ് എന്താ പറയുന്നത്, സമയം കിട്ടുമ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ കിടന്നുരുളണ്ട. ഇതുപോലെ അവിടെ ഇവിടെ ഒക്കെ അയ്യുഹല്ലദീന വിളിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ഇതിപ്പോൾ ബഖറയിലായത്താണ്, സൂറത്തുൽ ബഖറയിലായത്താണ്, 172 ആയത്താണ്. പിന്നെ അപ്പോൾ അല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികൾ, ഇങ്ങനെ നമ്മളിങ്ങനെ അല്ല, എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെയുള്ള ആയത്തുകൾ കാണുമ്പോൾ ആയത്ത് നമ്പർ സൂറത്തൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് തഫ്സീർ എടുക്കുക, എന്താണെന്ന് നോക്കുക. ആ രീതിയിലൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോയാലില്ലേ നല്ല രൂപത്തിൽ നമുക്ക് ഖുർആനിനെ ആസ്വദിക്കാൻ സാധിക്കും. അള്ളാഹ് തരുന്ന മെസ്സേജുകൾ, നമ്മൾക്ക് അള്ളാഹ് അയക്കുന്ന മെസ്സേജുകൾ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു അതിന് ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടാവും നമ്മളിൽ നിന്ന് ആ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് അള്ളാഹിൻ്റെ ഇഷ്ടവും തൃപ്തി ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസികളും റഹ്മാനായ റബ്ബിൻ്റെ കലാമിലേക്ക് എന്താ പറയുക, സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയാലില്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹ് എളുപ്പാക്കി തരും. നമുക്ക് അറിവിൽ വിശാലമായ ഒരു ലോകം തന്നെ തുറന്നു തരും അല്ലേ. ഇന്നലെ മറ്റോ നമ്മളെ ബാനുവിൻ്റെ ഒരു വോയിസ് കേട്ടിട്ടുണ്ട്. അതിൽ ബാനു പറയുന്നുണ്ട്, അറിവാകുന്ന താക്കോല് കൊണ്ട് അമല് അല്ലേ തുറക്കാൻ, അങ്ങനെ എന്താ ഒരു പറഞ്ഞത്, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ. നമുക്ക് ഇൽമാകുന്ന ഓരോ താക്കോലുകൾ അള്ളാഹ് ഇങ്ങനെ തരികയാണ് നമുക്ക്. ആ താക്കോല് കൊണ്ട് നമ്മൾ എന്താക്കണം, നമ്മളെ ജീവിതത്തിൻ്റെ നമുക്ക് ആവശ്യമായ ഓരോ വാതിലുകളും നമ്മളിങ്ങനെ തുറക്കണം എന്ന് പറയും. ഇൽമ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് തുറക്കാൻ കഴിയും. അതായത് ഇൽമാകുന്ന കീ നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അമലിൻ്റെ വാതിൽ തുറക്കാൻ കഴിയും. അമലുകൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ തുറന്ന് നമുക്ക് പോകണ്ടേ അല്ലേ. ആകാശ കവാടങ്ങൾ തന്നെ 7 ആകാശങ്ങളുണ്ട്, കവാടങ്ങളില്ലേ തുറക്കപ്പെടുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അറിവ് നേടുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക. നിങ്ങളെ ഏത് രൂപത്തിൽ സഹായിക്കാനും ഇവിടെ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലേ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ദീനിൻ്റെ വഴിയിൽ ഏതൊരാൾ എന്ത് ചോദിക്കുന്നോ അതിൻ്റെ കൂടെ കൂടാനും അതിൻ്റെ കൂടെ നിന്ന് സഹകരിക്കാനും എല്ലാം വിശാലമായ മനസ്സിൻ്റെ ഉടമകളായ ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ. മാഷാ അല്ലാ. അതുകൊണ്ട് ആരും എനിക്കൊന്നും അറിയില്ല എന്ന് കരുതി മാറി നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരുണ്ടാവുമല്ലോ ഓരോ ഗ്രൂപ്പിൽ, അങ്ങനെയുള്ളവരോട് ചോദിക്കുക. അപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് വേണ്ട അറിവിൻ്റെ വാതിലുകൾ തുറക്കാനുള്ള സഹായങ്ങൾ എല്ലാ നിലക്കും, എല്ലാ രീതിയിലുള്ള സഹകരണങ്ങൾ തീർച്ചയായും നമ്മളെ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. സാന്ദർഭികമായി പറഞ്ഞതാണ്, കാരണം നമുക്കറിയണ്ടേ, നമ്മളെല്ലാ കാര്യങ്ങളും അറിയണ്ടേ അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ തന്നെ, അതായത് യഅതി അലന്നാസി സമാനു ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാൽ അം മിനൽ ഹറാം. അതായത് പിന്നെ ഒരു കാലം വരാനിരിക്കുന്നു എന്ന് പറയുന്നു. ജനങ്ങളുടെ മേലെ ഒരു കാലം വരാനുണ്ട്. എന്താണ്? അന്ന് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ താൻ എടുത്തത് എന്ന് നോക്കാതെ മനുഷ്യൻ ധനം വാരിക്കൂട്ടുന്ന ഒരു കാലം. ഇത് സമ്പാദിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്നൊന്നും നോക്കാതെ പൈസ ഇങ്ങനെ സമ്പാദിക്കുക തന്നെ. ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും അല്ലേ. അപ്പോൾ ഹലാലായ മാർഗത്തിലാകണം നമ്മുടെ സമ്പാദ്യം. ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കുന്നവരുടെ സമ്പത്തിൽ ഹറാമായ മുതൽ കടന്നുകൂടുന്നതിന് ഒരു ഉദാഹരണം എന്താണെന്നറിയോ? നമ്മൾ സക്കാത്ത് കൊടുക്കാതെ സക്കാത്ത് കൊടുത്തു വീട്ടാതിരുന്നാൽ
സക്കാത്തിൻ്റെ മുതൽ സ്വന്തം സമ്പത്തിനോട് ചേരും. അപ്പം എന്താകും? ഹറാമായതായി മാറും ആ സമ്പത്ത്. ഹറാമായ മുതൽ ഒരു തരി പോലും നമ്മൾ എന്താക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം, വളരെയേറെ ശ്രദ്ധിക്കണം. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താ അറിയോ? കള്ളസത്യം വഴി ഒരാൾ സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ അവകാശം കവർന്നെടുത്താൽ അവന് അള്ളാഹു നരകം അനിവാര്യമാക്കും. കള്ളസത്യം വഴി ഒരാൾ സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ അവകാശം കവർന്നെടുത്താൽ അവന് അള്ളാഹു നരകം അനിവാര്യമാക്കും എന്ന് പറഞ്ഞത്. സ്വർഗം നിഷിദ്ധമാക്കുകയും ചെയ്യും. അപ്പോൾ ഒരാൾ ചോദിച്ചാൽ അത് അല്പം വലുതുമാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അറാക്കിൻ്റെ കൊമ്പാണെങ്കിലും ശരി, മറ്റൊരാളുടെ അവകാശം നമ്മൾ എന്താക്കാൻ പാടില്ല, കവർന്നെടുക്കാൻ പാടില്ല. അവിടെ നരകം അനിവാര്യമാകും, സ്വർഗം നിഷിദ്ധമാകും എന്ന് പറഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സക്കാത്തിൻ്റെ വിഷയം വളരെ ഗൗരവമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കയ്യിലുള്ള തുക ഞാൻ കഴിഞ്ഞ ആഴ്ച കുറേ വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കയ്യിലുള്ള പൈസേൻ്റെ അല്ലേ ആ ഒരു ഇത് നിസ്വാബ് എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വിഷയത്തിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. ആ വിഷയത്തിൽ അല്ല, കൊടുക്കുന്നവർക്ക് കൂടുതലാവും, കൊടുക്കാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ശ്രദ്ധിക്കണം. പല വഴിക്കും കൊടുക്കുമ്പോ കൂടുതൽ അങ്ങനെയല്ല പക്ഷെ നമ്മൾ അങ്ങനെ ഇങ്ങനെയും കൊടുക്കുന്നത് സക്കാത്തിൽ പെടൂല. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിന് കൃത്യതയോടെ കണക്ക് നോക്കിച്ച് ആ തുക അങ്ങനെ തന്നെ മാറ്റി വെച്ച് അത് അങ്ങനെ തന്നെ കൊടുക്കണം. അത് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തു കൊടുത്തതിൽ പ്രശ്നമില്ല. നമ്മളല്ലാതെ സദക്കയായിട്ട് കൊടുക്കുന്നത് ഇത് സക്കാത്തിൽ ഞാൻ കുറേ സദക്ക കൊടുത്തിന് അതെല്ലാം കൂടി സക്കാത്തിൽ ഉൾപ്പെടുത്താം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. സദക്ക വേറെ, സക്കാത്ത് വേറെ തന്നെ. അതെ അതെ. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ സക്കാത്ത് നൽകുന്നവർക്ക് ലഭിക്കുന്ന കുറേ നേട്ടങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സക്കാത്ത് നൽകാത്ത, അത് കൊടുക്കാത്തവർക്ക് കിട്ടുന്ന ശിക്ഷകളും അതിൻ്റെ ദൂഷ്യഫലങ്ങളോ നമ്മൾ പറയുന്നത്. സക്കാത്ത് കൊടുക്കാത്തവർക്ക് അവിടെ പരലോകത്ത് പറയുന്നത് നിന്ദ്യകരമായ ശിക്ഷയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതായത് സക്കാത്ത് നൽകാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും പിശുക്ക് കാണിച്ച് അത് നൽകാതിരുന്നവർക്കുള്ള ഭയാനകമായ ശിക്ഷയെക്കുറിച്ച്. കഴിവുണ്ട്, കൊടുക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ പിശുക്ക് കാരണത്താൽ അത് കൊടുക്കാനുള്ള ഒരു മനസ്സില്ലാത്ത ഒരവസ്ഥ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ. പിശുക്ക് ഒരിക്കലും നല്ലതല്ല. പിശുക്കും പാടില്ല, ധൂർത്തും പാടില്ല. വിശ്വാസി എപ്പോഴും മിതവ്യയം അല്ലേ, ആ ഒരു മിതമായ രീതിയിൽ പോകുന്നവനായിരിക്കണം. ആ മിതവ്യയം ഒരു കാര്യത്തിലും പാടില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് അമിതവ്യയം അല്ല. അങ്ങനെ അതിലിപ്പോൾ ധൂർത്ത നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നൊന്നും ധൂർത്തല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരും. നമ്മൾ ശരിക്കും ചിന്തിക്കണം, ഇത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അല്ല വെറുതെ ഒരു രസത്തിന് അല്ലേ, അങ്ങനെ അതെല്ലാം ശരിക്കും എന്തിൽ വരും, അമിതത്വത്തിൽ വരും. ശ്രദ്ധിക്കണം നമ്മൾ. ചെലവഴിക്കുന്ന വിഷയത്തിൽ പിശുക്കും കാണിക്കാൻ പാടില്ല, അമിതത്വം പാടില്ല. മിതമായ രീതിയിൽ വളരെ ലഘുവായിട്ട് ചുരുക്കി നമുക്ക് എന്താക്കാം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം കൊടുക്കാത്തവർക്കുള്ള ശിക്ഷ പറയുമ്പോൾ അള്ളാഹു തആല എന്താ പറയുന്നറിയോ? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും സയതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. എന്താ പറയുന്ന അറിയോ? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂൻ,
ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു തൻ്റെ ഔദാര്യത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് നൽകി തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കണ്ട. എന്ത് വിചാരിക്കണ്ട? ഹുവ ഖൈറുല്ലഹും, അത് അവർക്ക് ഗുണകരമാണെന്നൊരിക്കലും വിചാരിക്കണ്ട. വലാ യഹ്സബന്ന, വിചാരിക്കേ വേണ്ട. നീ വിചാരിക്കണ്ട, ഒരിക്കലും വിചാരിക്കണ്ട. എന്ത്? അത് നിനക്ക് ഖൈറാണ് നീ വിചാരിക്കണ്ട. അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കണ്ട, അതവർക്ക് ഒരിക്കലും ഖൈറാണെന്ന് വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് ഷർറാന്ന് പറയുന്നത്, അവർക്ക് ദോഷകരമാണത്. അവർ ആ പിശുക്ക് കാണിച്ച ആ ധനം കൊണ്ട് എന്താ സംഭവിക്കുക? സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർ പിശുക്ക് കാണിച്ച ആ ധനം കൊണ്ട് അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണെന്ന് പറയുന്നത്. അത് ഇസ്തിരി വെക്കപ്പെടുന്നും പറയപ്പെടുന്നുണ്ട്. അതായത് ചുട്ട് പൊള്ളുന്ന തീക്കനലായിരിക്കും അത് ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അള്ളാഹുവിനത്രേ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ ഇതുപോലത്തെ ഒരു ആയത്ത് സൂറത്തുൽ ഹദീദിൽ പഠിച്ചിട്ടുണ്ടായിന് അല്ലേ? വലില്ലാഹി മീറാസുസ് സമാവാതി വൽ, ആകാശഭൂമികളുടെ അനന്തരാവകാശം അത് അള്ളാഹ്ക്കുള്ളതാ. ഇതെല്ലാം അള്ളാഹുവിൻ്റെതാ. അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചതാ. നമ്മളിത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിന് വേണ്ടിയിട്ട് അല്ലേ? നമ്മളിത് എപ്രകാരം ഇത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല തന്നത്. നമുക്ക് തന്നതൊക്കെ നമ്മൾ വിചാരിക്കും ഇത് നമ്മുടേതാ അല്ലേ, ഇത് എൻ്റെതല്ലേ, എൻ്റെ അധ്വാനത്തിന് കിട്ടിയ എൻ്റെ എന്താ പറയുക ലാഭം, എൻ്റെ പൈസ, അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെലവഴിക്കും. ഞാൻ എൻ്റെ വീട് മോഡിഫൈ ചെയ്യും, ഞാൻ എൻ്റെ വണ്ടി പുതിയതാക്കും. അതിനിപ്പോൾ ആരും ചോദിക്കാൻ വരണ്ടെന്ന് പറയും അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തന്നത് തന്നെയാണ്. നമുക്ക് ഇഷ്ടത്തിന് എന്തും എങ്ങനെയും ചെലവഴിക്കാം. പക്ഷേ അല്ലേ, അവിടെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലായിക്കൊണ്ട് നാളെ നമുക്ക് ഇതുകൊണ്ടൊരു നേട്ടം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ അവിടെ അള്ളാഹു നൽകിയ ആ പരീക്ഷണം അല്ലെ, ആ ഒരു സുഖാനുഗ്രഹത്തിൻ്റെ പരീക്ഷയിൽ നമ്മൾ വിജയിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം അള്ളാഹ്ക്ക് അറിയാം. എല്ലാം അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹിൻ്റെ അറിവിൽ പെടാത്തതായിട്ടൊന്നുമില്ല അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു വല്ലവനും ധനം നൽകി, അപ്പോൾ അവൻ അതിലുള്ള സക്കാത്ത് നൽകിയില്ല. എന്നാൽ പരലോക ദിവസം ആ ധനം അവൻ്റെ മുമ്പിൽ തലയിൽ കറുത്ത പുള്ളികളോട് കൂടിയ ഒരു മൂർഖൻ പാമ്പിൻ്റെ രൂപത്തിൽ തല പൊക്കി നിൽക്കും. ഒരു ആഭരണം പോലെ അത് അവൻ്റെ കഴുത്തിൽ ചുറ്റും. അവൻ്റെ 2 ചുണ്ടുകൾ പിടിച്ചുകൊണ്ട് ആ സർപ്പം പറയും, ഞാൻ നിന്റെ ധനമാണ്, ഞാൻ നിന്റെ നിക്ഷേപധനമാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ആയത്ത് ഓതി. എന്താണ്? ലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ് മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൽ ലഹും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാതെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ വിചാരിക്കണ്ട അത് നിങ്ങൾക്ക് ഖൈറാന്ന് വിചാരിക്കണ്ട അല്ലേ? നാളെ അതുകൊണ്ട് ഒരു ഉഗ്രസർപ്പം 2 മൂർഖൻ പാമ്പിൻ്റെ രൂപത്തിൽ
ആഭരണം പോലെ കഴുത്തിൽ ചുറ്റിയിട്ടുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇത് ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. ബുഖാരിയിൽ അത് സൂറത്തു ആല ഇമ്രാനിലെ 180 ആയത്താണ്. ഇപ്പൊ വായിച്ചത് ഹദീസാണ്, 1403 ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഈ പറഞ്ഞ ഹദീസ് ഒന്ന് അത് മാത്രമായിട്ടൊന്ന് ഗ്രൂപ്പിലിട്ട് തരാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് എല്ലാവർക്കും ഇട്ട് കൊടുക്കാലോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പോ നമ്മള് ധനമെന്നുള്ളത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ്. ശരിക്കും ഇല്ലേ, ഈ പൈസ കൊണ്ടുള്ള നാളെ അനുഭവിക്കേണ്ടി വരുന്ന ആ ദുരന്തം, ഈ ദൂഷ്യഫലങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് തൊടാൻ പേടിക്കും. അതായത് നമ്മൾ കൊടുത്ത് തീർക്കാൻ തന്നെ വിചാരിക്കുക. അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത് ഈ സഹാബാക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും ഒക്കെ തന്നെ അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, അത് എങ്ങനെയെങ്കിലും കൊടുത്ത് തീർക്കാന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ മറുപടി പറയാൻ നിൽക്കണം അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിലെ ചോദ്യം ചെയ്ത് അതിന്റെ ഉത്തരം പറയാൻ നിൽക്കണ്ടേ അല്ലെ. അതിനത്രയും നമുക്കവിടെ സമയം, നമ്മളെ വിലപ്പെട്ട ഇത് അല്ലെ, അവിടെ ഓരോ വിചാരണ ഓരോന്നും നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നു പറയുന്നില്ലേ. അപ്പോൾ അത് ഇങ്ങനെ ഈ രൂപത്തിൽ നമ്മളത് അതിനെ ഭയപ്പെടുക തന്നെ വേണം ശരിക്കും. ശരിക്കും ഭയപ്പെടുക തന്നെ വേണം, ഉണ്ടായിട്ടും കാര്യമില്ല. അതെ, നമ്മള് പിന്നെ ഈ രൂപത്തില് എനിക്ക് തോന്നുന്നു അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി സഹാബാക്കളൊക്കെ ഇത് ചെലവഴിക്കുന്ന വിഷയത്തിൽ അത്രയും ധൃതി കാണിച്ചതൊക്കെ അതുകൊണ്ടായിരിക്കും. അവരൊക്കെ നാളെ നമ്മളല്ലേ കൂട്ടി 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 വെക്കുന്നത്. അതന്നെ, കിട്ടിയാലും മതിയാവില്ല മതിയാവില്ല. അതെ, നമ്മളെ മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ്, അതങ്ങനെയാണ്. അള്ളാഹു അതിനെയും കൊണ്ട് എത്ര ഉപദ്രവമുണ്ട്, അതിനെയും കൊണ്ട് എത്ര എന്തെല്ലാം ഉപദ്രവമുണ്ട്. എവിടെയും പോയിക്കൂടാ, എവിടെയും വന്നൂടാ, അതിനെ കൊണ്ടാക്കണം. അതുപോലെ തന്നെ വിലയും കൂടിക്കൂടി വരുന്നു. നല്ലോണം വില കൂടട്ടെ, കുറച്ചൊക്കെ എടുക്കും വാങ്ങും. അല്ലാഹു അക്ബർ. അല്ലാഹു തആല വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് വീണ്ടും പറയണേ, യാ അയ്യുഹല്ലദീന ആമനു. 9-ാമത്തെ അധ്യായം സൂറത്ത് ഏതാണ് വരുന്നത്, നോട്ട് ചെയ്ത് വെച്ചു. 9-ാമത്തെ അധ്യായം 34-35 ആയത്തുകളാണ്. തൗബ അല്ലേ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു തആല എന്താ പറയുന്നറിയോ? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. എന്താ പറയുന്നതെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ യഅകൂലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും എന്നിട്ട് വയസുദ്ദൂന അൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. അവർ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത, അവരെന്താ ചെയ്യുന്നത്? സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അത് വലാ യുൻഫിഖൂനഹാ ഫീ സബീലിൽ, അള്ളാഹിന്റെ മാർഗത്തിൽ അവരത് ചെലവഴിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരോട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ് പറയുന്നത്. എന്ത്? ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ നരകശിക്ഷയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക. അത് മാത്രല്ല, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. 34-35 സൂറത്തു തൗബ.
എന്താ അവിടെ പറയുന്നതെന്നറിയോ? യൗമ യുഹ്മാ വദുഹൂറുഹും യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ. നരകാഗ്നിയിൽ വെച്ചിട്ട് യൗമ യുഹ്മാ, യുഹ്മ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചുട്ടുപഴുപ്പിക്കും. അത് ഈ പറഞ്ഞ സ്വർണവും വെള്ളിയും ഒക്കെ നരകത്തിലിട്ടിട്ട് ചുട്ട് പഴുപ്പിക്കും. എന്നിട്ട് ഫതുഖ്വാ ബിഹ, അതിനെ കൊണ്ട് എന്താക്കുന്നറിയോ? തുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൂട് വെക്കും എന്നുള്ളതാണ്. ഇസ്തിരി ഇടൂലേ, ഇസ്തിരിപ്പെട്ടി ഇങ്ങനെ നല്ല ഫുൾ ഹൈ ഇതില് ഇസ്തിരിപ്പെട്ടി ഓണാക്കിയിട്ട് അതെടുത്തിട്ട് നമ്മളെ പിന്നെ കയ്യിലും കഴുത്തിലും മേത്തെല്ലാം ഒന്ന് വെച്ച് നോക്കിയിട്ട് എന്തായിരിക്കും അവസ്ഥ? നല്ല പൊള്ളിയിട്ട് നല്ല അല്ല, നമ്മൾ അറിയാതെ നമ്മള് കൈ തട്ടിപ്പോയാൽ തന്നെ ആ ഭാഗം പിന്നെ കരിഞ്ഞ് ഒരു ഭാഗത്തായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടത്തെ ഇസ്തിരിപ്പെട്ടിന്റെ കാര്യമാണ്. ഇതേപോലെ നമ്മൾ കൊടുക്കാതെ സക്കാത്ത് കൊടുക്കാതെ ശേഖരിച്ച് വെക്കുന്ന സ്വർണവും വെള്ളിയും ഒക്കെ എന്താക്കും? ഒരു ഇസ്തിരിപ്പെട്ടിന്റെ തീക്കനൽ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വെച്ച് തരും. എവിടെ? ഇത് ഖുർആൻ ആയത്താണേ പറയുന്നത്. അത് ചുട്ട് പഴുപ്പിക്കും. എന്നിട്ട് അതുകൊണ്ട് അവരുടെ നെറ്റികളിലും പാർശ്വങ്ങളിലും മുതുകുകളിലും ഒക്കെ ഇങ്ങനെ ചൂട് വെക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസം. എന്നിട്ട് അവരോട് പറയപ്പെടും, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമ്പാദിച്ചു വെച്ചതാണിത്, നിക്ഷേപിച്ച് വെച്ചതാണിത്. അതുകൊണ്ട് ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ, നിങ്ങളത് ആ നിക്ഷേപിച്ച് വെച്ചിരുന്നത് നിങ്ങൾ എന്തായിക്കോ, ഇത് ആസ്വദിച്ചോ. അവിടെയും അതൊരു ആസ്വാദനമായിട്ടാണ് പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അത് അത്രയും എന്താ പറയാ, കഠോരമായിരിക്കും. നമുക്കത് ഒരിക്കലും താങ്ങാനാവില്ല അല്ലെ? നമ്മള് പത്തില് ചുടുമ്പോ അല്ലെങ്കിൽ ദോശ ചുടുന്ന സമയത്ത് ദോശക്കല്ലിൽ നമ്മൾ കൈ ഒന്ന് അറിയാതെ തട്ടിയാല്, നല്ല ചൂടുള്ള സമയത്ത് ദോശക്കല്ലിൽ ആ ഇരുമ്പിന്റെ അല്ലെങ്കിൽ ആ ഓടിന്റെ ആ ദോശന്റെ ഇതില് നമ്മൾ കൈ ഒന്ന് തട്ടിപ്പോയാലില്ലേ എന്തൊരു പുകച്ചിലായിരിക്കും, എന്തൊരു വേദന. നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടുമ്പോ തന്നെ ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ? അപ്പൊ ഈ സ്വർണവും വെള്ളിയൊക്കെ ഇട്ട് ചുട്ട് പഴുപ്പിച്ച് അതെടുത്ത് ഇങ്ങനെ വെച്ച് പൊള്ളിക്കാന്ന് പറയുമ്പോ അതിന്റെ ഒരു കടുപ്പത്രയായിരിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലേ? ആർക്കും ഒന്നും വേണ്ടാന്ന് വിചാരിക്കും. ഒരു സ്വഹാബ വനിത അവരുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ ഒരു വള ഉണ്ടായപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, എടി പെണ്ണെ, നീ അതിന് സക്കാത്ത് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോ അവരത് ഊരി എറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഒരു സംഭവം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ഭയമാണ്. എന്നുവെച്ചാല് അല്ലേ, നമ്മളെന്നിട്ട് ഇങ്ങനെ ഇട്ട് നല്ല മൊഞ്ചാക്കി നടക്കന്നെ. സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടാ. സക്കാത്ത് കൊടുക്കാതെയാണ് ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നെങ്കിൽ നമ്മള് വല്ലാതെ ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോ പരിശുദ്ധ ഖുർആൻ അള്ളാഹു അത് അത്രയും ഗൗരവത്തിൽ പറയുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഉടമസ്ഥർ അതിൽ നിന്നും അർഹമായ സക്കാത്ത് നൽകുന്നില്ലെങ്കിൽ, ഇത് കറക്റ്റ് നമുക്ക് ഡയറക്റ്റ് പറഞ്ഞു തരും, അതിൽ നിന്നും അർഹമായ സക്കാത്ത് നൽകുന്നില്ലെങ്കിൽ അന്ത്യദിനത്തിൽ പ്രസ്തുത സമ്പത്തുകൾ കൊണ്ട് തകിടുകളാക്കുന്നതും അവ പഴുപ്പിച്ച് അവരുടെ മുതുകിലും നെറ്റിയിലും ചൂടുപിടിപ്പിക്കുകയും ചെയ്യും. അത് തണുക്കുമ്പോഴെല്ലാം വീണ്ടും ചൂടുപിടിപ്പിക്കുന്ന പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. 70,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിനത്തിൽ അള്ളാഹു തൻ്റെ അടിമകൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യും. അവസാനം വിചാരണയ്ക്ക് ശേഷം അയാൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നയിക്കപ്പെടുകയും ചെയ്യും. അത് കേട്ട് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നരകത്തിലുള്ള ശിക്ഷയല്ല പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. എന്താ ഇത് പറയുന്ന? അന്ത്യദിനത്തിൽ ഖിയാമത്ത് നാളില് സംഭവിക്കുന്ന സംഭവവികാസ പറയുന്നത്. ഇത് ഇങ്ങനെ ചെയ്തിട്ട് അവസാനം വിചാരണ വന്നിട്ടാവുമ്പോ
ചിലപ്പോൾ അയാൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നയിക്കപ്പെടും. അപ്പോൾ അത് കേട്ടിട്ട് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരാളുടെ സമ്പാദ്യം അത് ഒട്ടകമായിരുന്ന അയാളുടെ സമ്പാദ്യമെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകമാണെങ്കിലും ശരി, വെള്ളം നൽകുന്ന ദിവസം അതിനെ കറന്നെടുക്കുക എന്നതും അതിനോടുള്ള കടമകളിൽ പെട്ടതാണ്. അത് അയാൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവയ്ക്ക് വിശാലമായ ഒരു സമതലം വിട്ടുകൊടുക്കുകയും അതിൽ ഒരു ചെറിയ ഒട്ടകക്കുട്ടി പോലും കുറവില്ലാതെ അവയുടെ കുളമ്പുകൾ കൊണ്ട് അയാളെ ചവിട്ടി മെതിക്കുകയും കടിച്ചു പറിക്കുകയും ചെയ്യും. ഒട്ടകങ്ങളെല്ലാം കടന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ ആദ്യം വീണ്ടും മടങ്ങി വന്നുകൊണ്ടിരിക്കും. 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിനത്തിൽ ആ പ്രക്രിയ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. വിചാരണയ്ക്ക് ശേഷം ചിലപ്പോൾ അയാളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നയിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ സക്കാത്ത് നൽകാതെ നമ്മൾ ഇങ്ങനെ സുഖലോലുപരായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലോ നരകത്തിലോ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുമ്പേ ഈ രൂപത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. നമ്മൾ എല്ലാവരും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നമ്മളത് നിസ്സാരമാക്കി തള്ളിക്കളയാനേ പാടില്ല. ശരിക്കും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന ആ രീതിയിൽ ചിന്തിച്ചാലുണ്ടല്ലോ, സക്കാത്ത് എന്നുള്ളത് ഒരാൾക്കും ഒരു ഭാരമായിട്ട് തോന്നൂല. നമ്മളെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെറും 25 ഉറുപ്യ അല്ലേ, വെറും 25 ഉറുപ്യ, ആകെ 25 ഉറുപ്യ, 1000 ഉറുപ്യൻ്റെ അടുത്തുനിന്ന് ഒരു 25 ഉറുപ്യ മാറ്റി വെക്കാൻ എന്താ നമുക്ക് വിഷമോ? എന്തിന് നമ്മൾ മടിക്കുന്നു? ഞാൻ കൊടുക്കേണ്ട ആളല്ല, എൻ്റെ കയ്യിൽ ചെലവിന് കഴിച്ച് ബാക്കിയൊന്നുമില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട അല്ലേ. കുറേ കണക്കൊന്നും കൂട്ടണ്ട. ഇതങ്ങ് കൂട്ടി ശതമാനം നോക്കി അങ്ങ് കൊടുക്കാന്നല്ലാണ്ട് എന്തിന് നമ്മൾ മടിക്കുന്നു? 5,000 ഉറുപ്യ ശമ്പളം കിട്ടിയാൽ കൊടുക്കണോ? 10,000 ശമ്പളം കിട്ടിയാൽ കൊടുക്കണോ? 15,000 ശമ്പളം ആൾ കൊടുക്കണോ? ഇങ്ങനെ ഒരു സംശയത്തിന് അവിടെ വെക്കണ്ട. ചെലവ് കഴിച്ചിട്ട് ബാക്കി എന്ന് പറയാൻ ഇന്ന് ആരെടുത്താ ഉള്ളത്? കോടിക്കണക്കിന് ആസ്തിയുള്ള ആളുകൾക്കില്ലേ, കോടിക്കണക്കിന് തന്നെ ചിലപ്പോൾ കടവുണ്ടാവും. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ ബിസിനസ് സ്ഥാപനങ്ങളാണ് നടത്തുന്നുണ്ടാവുക. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങൾക്ക് ഇതിനും വേണ്ടിയിട്ട് ചിലവാട് ആക്കിയിട്ടുണ്ടാവും. അവരുടെ ലക്ഷ്യങ്ങളായിരിക്കും അവർക്ക് കടങ്ങൾ ഉണ്ടാവുക. അതാണ് ഇന്നത്തെ ദുനിയാവിലെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ 10 പവൻ ഒരാളെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാനുള്ളൂ എന്ന് പറയും. നമ്മളത് പറഞ്ഞു കൊടുക്കുന്നേരം പറയും അങ്ങനെ. 10 പവന് ഇല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനില്ലാന്ന്. അതെല്ലാം ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അത് ഇങ്ങനെയൊന്നും നമ്മൾ സംശയത്തിനൊന്നും വേണ്ട. കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ 10 പവനിൽ കൂടുതൽ ഉണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമുള്ളൂ. അത് ശരി തന്നെയാണ്. അത് അത്രയേ ഉള്ളൂ. അതിൽ കുറവുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല. പക്ഷേ ഏറ്റവും സൂക്ഷ്മതക്ക് നല്ലത് പറയുന്നത് നമ്മളെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ അതായത് പൈസ കണക്കാക്കിയിട്ട് അതൊരു സമ്പത്തായി കണക്കാക്കിയിട്ട് ആ സമ്പത്തിൽ നിന്ന് അതിൻ്റെ പൈസ മൊത്തത്തിൽ ശതമാനം കണക്ക് കൂട്ടിയിട്ട് ഒരു 2.5% സക്കാത്തായി നൽകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഏറ്റവും നല്ലതല്ലേ നോക്കേണ്ടത്. കൊടുക്കണ്ട 10 പവനിൽ കുറവ്. ഒരാൾക്ക് 10 പവനേ ഉള്ളൂ എന്നാൽ അയാൾ സക്കാത്ത് കൊടുക്കണം നിർബന്ധമില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയ ഇതിൽ ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഒരാളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് ഈ പറഞ്ഞ രീതിയിൽ പൈസ നോക്കിയിട്ട് അതിൻ്റെ ഒരു 2% കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെ, ഏറ്റവും നല്ലത് നോക്കുന്നതല്ലേ നല്ലത്. നമുക്ക് ഇതൊന്നും ഇപ്പം നമ്മളിങ്ങനെ നമ്മളെ അൽമാരയിൽ അല്ലെങ്കിൽ വലൈക്കും സ്ലാം ബാങ്കുകളിലൊക്കെ നമ്മൾ ലോക്കറിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്വർണ്ണം ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇന്നോ നാളെന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങ് മരിച്ചു പോയാലോ അത് നമ്മൾ അനന്തരാവകാശികൾ അവരുടെ സ്വത്തായിട്ട് അത് കൊണ്ടു നടക്കും ഇല്ലേ. അല്ലാതെ നമ്മളങ്ങനെ അവിടെ വെച്ചതിനെ കൊണ്ട് എന്താ? അത് സക്കാത്ത് കൃത്യമായി കൊടുത്തുകൂടെ വർഷാവർഷം? സദക്ക അതിൽ നിന്ന് സദക്കായിട്ടൊന്നും കൊടുക്കുന്നൊന്നുമില്ല സ്വർണത്തിൽ നിന്ന്.
അപ്പം നമുക്കൊരു വർഷാവർഷം അതൊന്ന് കണക്ക് കൂട്ടിയിട്ട് അത് കൊടുത്താൽ എന്താ നമുക്ക് നഷ്ടം വരാനുള്ളത്? ഒരു നഷ്ടം വരാനില്ല. നേരെ മറിച്ച് അള്ളാഹിൻ്റെ കാരുണ്യം ലഭിക്കും, നമ്മളെ സമ്പത്ത് ശുദ്ധിയാകും, അല്ലെ, അതിൽ വർധനവുണ്ടാകും, അതിൽ അള്ളാഹ് വളർച്ച നൽകും. ഇങ്ങനെ എന്തെല്ലാം നേട്ടങ്ങളാ നാളെ സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ അണിനിരക്കാൻ നമുക്കൊരു സൗഭാഗ്യം ലഭിക്കുന്ന അത്രയും മഹത്തരമായ ഒരു കാര്യത്തെ നമ്മൾ എന്തിനു ഈ കണക്ക് നോക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നു? അല്ലേ? അത് വർഷാവർഷം നമ്മളടുത്ത് എത്രയാന്നുള്ളത് എനിക്കറിയാം. ചില ആൾക്കാർ ലാസ്റ്റ് പറയാം നമുക്ക്. അതെ, പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് പറയാം. പിന്നെ എനിക്കറിയാം ചില ആൾക്കാരില്ലേ, 1 പവന് 2 പവനുള്ള ആൾക്കാർ വരെ മാഷാ അല്ലാഹ് ഈ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാ. അതാ അള്ളാനെ പേടിയ. അതാണ് നമുക്ക് തഖ്വ എന്ന് പറയുന്നത്. എന്താ സൂക്ഷ്മത എന്ന് പറയുന്നത്? എന്താ ഏറ്റവും നല്ലതിലെ അഹ്സന അമല് നമ്മൾ ചെയ്യുന്ന ഏറ്റവും അഹ്സന അമലാകുന്നുണ്ടോ എന്നല്ലേ അള്ളാഹു തആല പരിശോധിക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ പിന്നെയും ഉപയോഗിക്കുന്നതിന് കൊടുക്കണോ, പിന്നെ അണിയുന്നതിന് കൊടുക്കണോ, അൽമാരിയിൽ വെച്ചതിന് കൊടുക്കണോ, ഒന്നിനും കൊടുക്കണ്ട, അവിടെ വെച്ചോ, നാളെ എന്താക്കുക ഇതെല്ലാം കൂടി ചുട്ടുപഴുപ്പിച്ചിട്ട് കഴുത്തിലും കാലിലും ഇട്ടേരും, അങ്ങനെ ഇട്ട് നടന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി അങ്ങനെ ചോദിക്കുന്ന ആളോട്. അല്ലാതെ ഇതെത്ര കാലമായി ഈ സക്കാത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ പറയുന്നത്, എന്നിട്ട് പിന്നെയും വീട്ടിൽ പിന്നെ അങ്ങനെ പറയുന്നത് കേട്ടിനല്ലോ, പിന്നെ ഉപയോഗിക്കുന്നതിന് കൊടുക്കണ്ട, ഉപയോഗിക്കാത്തതിന് കൊടുക്കണോ, ഇങ്ങനെ പല എന്തൊക്കെയോ കുറേ. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അതൊരു സമ്പത്തായി കണക്ക് കൂട്ടിയിട്ട് ഈ 2.5% നോക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെയും കൊടുക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ 10.5 പവനിൽ കൂടുതലുണ്ടെങ്കിൽ എന്തായാലും അയാൾ നിർബന്ധമായിട്ട് സക്കാത്ത് കൊടുത്തിരിക്കണം. 10.5 പവനിൽ കൂടുതൽ ഒരാളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ 10.5 പവനാ ഉള്ളെങ്കിൽ അയാൾക്ക് ആ പവനാണ് കൊടുക്കേണ്ടത്. പിന്നെ 40 പവൻ ഒരാളുടെ കയ്യിൽ 40 പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ അയാൾ 1 പവൻ സ്വർണ്ണം സക്കാത്തായി കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത്. അപ്പം അത് നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ അല്ലേ, പിന്നെ കൊല്ലം സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഇതെന്താവും, സ്വർണ്ണത്തിൽ നിന്ന് തന്നെ കൊടുക്കണമല്ലോ, അത് വിചാരിച്ച് സ്വർണ്ണം ഇങ്ങനെ കുറഞ്ഞു പോകുമല്ലോ. എന്ത് പേടിക്കണ്ട. നാളെ ഇതുകൊണ്ടുള്ള നമ്മളെ നേട്ടങ്ങൾ അത്രയും നമുക്ക് കണ്ടറിയണ്ടേ, ആസ്വദിക്കണ്ടേ, നമുക്ക് അനുഭവിക്കണ്ടേ. നമ്മളെ ആ സുന്ദരമായ സ്വർഗീയ ലോകങ്ങളിൽ നമുക്കിതൊക്കെ കാണണ്ടേ. ഇനി നമ്മൾ ഈ ചൂട് വെച്ച ഈ പിന്നെ ചുട്ടുപഴുപ്പിച്ച ഇതൊക്കെ ധരിപ്പിച്ച് നടക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമുക്ക് ചിന്തിക്കാനും ചിന്തിച്ച് മനസ്സിലാക്കാനും. സ്വർണത്തിന്റെ പൈസ കൊടുത്താ പോരെ, സ്വർണം തന്നെ കൊടുക്കണമെന്നില്ലല്ലോ? ഇല്ല, സ്വർണം തന്നെ കൊടുക്കണമെന്നില്ല. അതിനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. നമ്മൾ അതിൻ്റെ ശതമാനം അത് പൈസയാക്കിയിട്ട് അതിൻ്റെ എത്രയാണ് പൈസ നോക്കിയിട്ട് ആ പൈസ കൊടുത്താൽ മതി. നമ്മളടുത്ത് അത്രയും പൈസ ഉണ്ടെങ്കിൽ ആ സ്വർണ്ണത്തിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കണമെന്നില്ല. ആ പൈസ കൊടുത്താൽ മതി. പൈസ ആയിട്ടും കൊടുക്കുക, സ്വർണ്ണമായിട്ടും കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും കൊടുക്കണം. എന്തായാലും കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അത് പൈസ ആയിട്ടും കൊടുക്കുക, സ്വർണ്ണമായിട്ട്. അങ്ങനെയെന്ന് വെച്ചാൽ അത് നമ്മൾ കണക്ക് നോക്കിയിട്ട് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ സക്കാത്ത് തടയുന്ന സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മാനിഉ സക്കാത്തി യൗമൽ ഖിയാമത്തി ഫിന്നാർ. സക്കാത്ത് കൊടുത്തു വിട്ടാതെ അത് തടഞ്ഞു വെക്കുന്നവർക്ക് അന്ത്യനാളിൽ നരകമായിരിക്കും ഉണ്ടാകാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പിന്നെ നമ്മൾ 12-ാമതായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അർഹതയുള്ളവർക്ക്. ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കേ, 12-ാമതായിട്ട് പറയുന്ന കാര്യം, നമ്മൾ അർഹതയുള്ളവർക്ക് തന്നെ സക്കാത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സക്കാത്തിൻ്റെ അവകാശികളായിട്ട് 8 വിഭാഗത്തെയാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലേ? അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബ് വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീളതൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. സൂറത്ത് തൗബയിൽ തന്നെ 60-ാമത്തെ വചനം. ആർക്കൊക്കെയാണ് നൽകേണ്ടതെന്നുള്ളതാണ് സക്കാത്തിൻ്റെ അവകാശികൾ. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാ, ഫഖീറുകൾ, വൽ മസാക്കീൻ, മിസ്കീന്മാർ, വൽ ആമിലീന അലൈഹ, അതിൻ്റെ മേലെ പണിയെടുക്കുന്ന ആൾക്കാർ, അധ്വാനിക്കുന്ന ആൾക്കാർ, അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഉദ്യോഗസ്ഥർ, വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഹൃദയം കൊണ്ട് ഇണങ്ങിയ ആൾക്കാർ, വഫി റിഖാബ്, അടിമത്ത മോചനത്തിന് വേണ്ടി, വൽ ഗാരിമീൻ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, വഫീ സബീലില്ലാ,
വബിനിസബീൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ പിന്നെ വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾ. ഫരീളത്തും മിനല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഇത് നിർബന്ധമാക്കിയതാണ്. അപ്പൊ ഈ 8 കൂട്ടരിൽ ഉൾപ്പെടാത്തവർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഇത് സക്കാത്തിന്റെ സംവിധാനം എങ്ങനെയാന്ന് വെച്ചാൽ ധനികരിൽ നിന്ന് അത് വാങ്ങുകയും ദരിദ്രർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണെന്ത് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം കൃത്യമായ രൂപത്തിൽ നമ്മളത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. സക്കാത്ത് നിർബന്ധമില്ല എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പിന്നെ പുറത്തു പോയതായിട്ട് പോലും പണ്ഡിത ലോകത്ത് അതിനെക്കുറിച്ച് ഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു ഇസ്ലാമിൻ്റെ സ്ഥാനം, ഇസ്ലാമിൽ ഈ സക്കാത്തിൻ്റെ സ്ഥാനമില്ലേ, അത് നമ്മൾ കേവലം ഇപ്പോൾ പിന്നെ നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽ പിന്നെ ഷഹാദത്ത്, നമസ്കാരം, സക്കാത്ത് അങ്ങനെ എണ്ണുമ്പോൾ പിന്നെ ഇസ്ലാം കാര്യങ്ങൾ മൂന്നാമത്തതായിട്ട് എണ്ണുന്ന ഒരു കേവലം ഒരു ആരാധന, നിർബന്ധ കർമ്മം, അതിനേക്കാളും ഉപരിയായിട്ട് സക്കാത്ത് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിർബന്ധമാണ്, നിർബന്ധമായ ദാനമാണ് എന്ന വിഷയത്തിൽ ആർക്കും എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ആ ഒരു വിശ്വാസം ഉള്ള ഒരാൾ അത് സക്കാത്ത് നൽകാതിരുന്നാലോ, സക്കാത്ത് കൊടുക്കാത്ത ആളെടുത്തുന്നില്ലേ അവരുടെ പൈസയിൽ നിന്ന് സക്കാത്ത് നിർബന്ധമായിട്ടും വാങ്ങുക എന്നുള്ളത് ഇസ്ലാമിക ഭരണമാണെങ്കിൽ ഇസ്ലാമിലെ ആ ഭരണാധികാരിക്ക് ബാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പൈസ നിങ്ങൾക്ക് എത്ര സമ്പത്തുള്ളത് അതിൻ്റെ ഇത്ര ശതമാനം സക്കാത്തായിട്ട് ഇപ്പം തരണം, അത് ചോദിച്ച് വാങ്ങണം സക്കാത്ത് ധനികരിൽ നിന്ന്. പൈസയുള്ള സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി വാങ്ങാന്നാ പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. സക്കാത്ത് കൊടുക്കാത്ത, അതായത് പിന്നെ വിശ്വസിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ പിന്നെ സക്കാത്ത് നൽകാതിരുന്നാൽ പിന്നെ അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് കാരണം ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ചില അറബി ഗോത്രങ്ങൾ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് പരസ്യമായി യുദ്ധം നടത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. അപ്പം അതുകൊണ്ട് പിന്നെ നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെ ഇടയിൽ നമ്മളൊരു വ്യത്യാസം കൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സക്കാത്ത് നൽകാതിരിക്കുമ്പോൾ അവിടെ വരുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നത് എന്താ അറിയോ, അവർക്ക് ആകാശ ലോകത്തു നിന്നുള്ള മഴ തടയപ്പെടും, വരൾച്ച കൊണ്ട് അവരെ പരീക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്. സക്കാത്ത് നൽകാതെ ഒരു ജനത കഴിഞ്ഞുകൂടുമ്പോൾ അവർക്ക് മഴ തടയപ്പെടും, അവർക്ക് വരൾച്ച കൊണ്ട് പരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയായിട്ട് വരുന്ന കാര്യങ്ങൾ ദുനിയാവിൽ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശദീകരിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓരോ അവകാശികളെ കാര്യങ്ങൾ അങ്ങനെ പലതും സക്കാത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അപ്പം നമ്മൾ ഹദീസിൻ്റെ ഈ ഇമാം നവവിയുടെ ഹദീസുകൾ പറഞ്ഞു തീരൂല. അതുകൊണ്ട് തൽക്കാലം
സക്കാത്തിൻ്റെ ആ ഒരു ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കി തരാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. കാര്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിൽ കൃത്യത പുലർത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കൊടുക്കുന്ന വിഷയത്തിൽ ആർക്കും മടി വരണ്ട. അതിന് കൃത്യതയോടുകൂടി സക്കാത്ത് കണക്ക് നോക്കി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും ഉപരിയായിട്ട് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സമ്പത്തും സ്വർണവും വെള്ളിയും ഒന്നും നാളെ നമുക്കെതിരായിട്ട്, നമുക്ക് നാളെ ചൂട് വെക്കുന്ന ലോഹങ്ങളായിട്ട്, ചുട്ടുപഴുത്ത ലോഹങ്ങളായിട്ട് നമുക്കെതിരായി വരുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല അനുകൂലമായ രീതിയിൽ നമുക്ക് ഇതിൻ്റെ സുഖാനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ദുനിയാവിൽ ദാനധർമ്മങ്ങളും സക്കാത്തും മറ്റു കർമ്മങ്ങളും നിർവഹിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബേ, നിൻ്റെ തൃപ്തിയും പ്രീതിയും ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമാണ് നാഥ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിൻ്റെ ഓരോ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി, മുഹ്സിനീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പോരായ്മകൾ, വീഴ്ചകൾ, പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങളെല്ലാം റഹ്മാനായ റബ്ബേ നിൻ്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നീ വാഗ്ദാനം ചെയ്ത ഉന്നതമായ ജന്നാത്തിലേക്ക് എത്താൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. നിൻ്റെ കാരുണ്യവും നിൻ്റെ ഔദാര്യവും ഇല്ലായെങ്കിൽ ഞങ്ങൾക്കൊന്നിനും സാധിക്കൂല റഹ്മാനായ റബ്ബേ. നീ കരുണ ചൊരിയുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് അറിവുകൾ നേടിക്കൊണ്ട് ഉന്നതമായ ആദരവിൻ്റെ ആ ഒരു ദർജയിലേക്ക് ഞങ്ങൾക്ക് ഉയരാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഈ ഖുർആനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഒരുപാട് അറിവുകൾ നേടി അതനുസരിച്ച് അമൽ ചെയ്ത് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ദർജയിലേക്ക് സാലിഹീങ്ങളോടൊപ്പം, പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം ഒരുമിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിന്നെ കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ അറിവില്ലാത്തവർക്ക് നാഥാ നീ അറിവ് വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കണേ നാഥാ. കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഇനിയും നീ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ സമയത്തിലും ഞങ്ങളുടെ ആരോഗ്യത്തിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. നീ ബർക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. എല്ലാ കുടുംബത്തിലും നീ സൗഖ്യം പ്രദാനം ചെയ്യണേ. എല്ലാവർക്കും നീ മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് നാഥാ നീ രോഗശമനവും ശിഫയും ആശ്വാസവും സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും നാഥാ നീ സമാധാനം പ്രദാനം ചെയ്യണേ അല്ലാ. അവിടെ ഈമാനിനെ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നീ ഉയർത്തണേ അല്ലാ. ഇസ്ലാമിന് നീ ശക്തി പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് പേര് റഹ്മാനായ റബ്ബേ ഇന്ന് ഖബറുകളിലാണ് അല്ലാഹുവേ. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി നൽകിയ അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗ്ഗ പൂങ്കാവനം കണ്ടുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാലിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹ്.